8 ദിവസം നീണ്ടുനിന്ന 29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറങ്ങി. മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഏറ്റവും മികച്ച ചിത്രത്തിനുള്ള പ്രേക്ഷക പുരസ്കാരം ഫെമിനിച്ചി ഫാത്തിമയ്ക്ക് ലഭിച്ചു. സ്പിരിറ്റ് ഓഫ് സിനിമ അവാർഡ് പായൽ കപാടിയ നേടി. മികച്ച അഭിനേതാക്കളായി അനഘ രവിയും ചിന്മയ സിദ്ധിയും തെരഞ്ഞെടുക്കപ്പെട്ടു. മേള ഐക്യത്തിന്റെയും ഒരുമയുടെയും വേദിയായി മാറിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചാണ് മേള സംഘടിപ്പിച്ചത്. അടിച്ചമർത്തപ്പെട്ടവരുടെയും ദുരിതം അനുഭവിക്കുന്നവരുടെയും അവകാശങ്ങൾക്കൊപ്പമാണ് മേളയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മേള കൂടുതൽ ശ്രദ്ധേയമായത്. ആകെ പ്രദർശിപ്പിച്ച 177 സിനിമകളിൽ 40-ൽ പരം ചിത്രങ്ങൾ വനിതാ സംവിധായകരുടേതായിരുന്നു. മേളയുടെ സിഗ്നേച്ചർ ഫിലിമിലൂടെ ആദരിക്കപ്പെട്ടത് മലയാളത്തിലെ ആദ്യ നായികയായ PK റോസിയ. സ്ത്രീപക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഈ മേള ഐക്യത്തിൻ്റെയും ഒരുമയുടെയും വേദിയായി കൂടി മാറി എന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. അടിച്ചമർത്തപ്പെട്ടവരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും അവകാശങ്ങളോടൊപ്പമാണ് ഈ ചലച്ചിത്രമേള നിലകൊണ്ടത് എന്നതിന് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. സുലേഖ ശശികുമാർ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സുലേഖ, 8 ദിവസം നീണ്ടുനിന്ന ചലച്ചിത്രമേളയ്ക്ക് തിരശീല വീണിരിക്കുന്നു. ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ അക്ഷരാർത്ഥത്തിൽ അനന്തപുരിയിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയായിരുന്നു ഓരോ ദിവസവും കാണാൻ സാധിച്ചത്. സമഗ്ര വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായിട്ടും ആര്യ, 8 ദിവസം നീണ്ടുനിന്ന ചലച്ചിത്ര പൂരത്തിനാണ് ഇന്ന് തിരശീല വീണിട്ടുള്ളത്. ഇനി IFFK 30ാമത് എഡിഷന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. പ്രൗഢോജ്വലമായ ചടങ്ങോടെയാണ് 29ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് സമാപനമായിട്ടുള്ളത്. പെട്രോസ് PRI സംവിധാനം ചെയ്ത ബ്രസീലിയൻ ചിത്രം മലു ആണ് സുവർണ ചകോരം നേടിയത്. അതിനൊപ്പം തന്നെ രജത ചകോരം, ജൂറി അവാർഡ് ഉൾപ്പെടെയുള്ള 5 അവാർഡുകളാണ് ഫാസിൽ മുഹമ്മദിന്റെ ആദ്യ ചിത്രമായ ഫെമിനിച്ചി ഫാത്തിമ നേടിയത്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെയും IFFKയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ തന്നെയും പറഞ്ഞൊരു കാര്യമാണ്, ഫെമിനിച്ചി ഫാത്തിമ കാണാൻ വേണ്ടി മാത്രം നീണ്ട നിരയാണ് ഓരോ തിയേറ്ററിന് മുന്നിലും ഉണ്ടായത് എന്നുള്ളത് തന്നെ. അത്രത്തോളം ഈ പ്രേക്ഷകരൊക്കെ തന്നെയും ആളുകളൊക്കെ തന്നെയും സിനിമാ പ്രേമികളൊക്കെ തന്നെയും കാണാൻ വേണ്ടി തിടുക്കം കൂട്ടിയ ഒരു സിനിമയാണ് ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുന്നത്. ഇത്തരത്തിൽ രജത ചകോരം, ജൂറി അവാർഡ്, ഒപ്പം 5 അവാർഡുകൾ ഇത്തരത്തിൽ ഫാസിൽ മുഹമ്മദിന്റെ ഫെമിനിച്ചി ഫാത്തിമ നേടിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിലെ മികച്ച സിനിമയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം, മികച്ച മലയാളം സിനിമയ്ക്കുള്ള നെറ്റ് പാക്ക് അവാർഡ്, അതിനൊപ്പം തന്നെ SFSI KR മോഹനൻ അവാർഡ് പ്രത്യേക പരാമർശം, ഒപ്പം പ്രേക്ഷകർ മികച്ച ചിത്രമായും ഈ ഫെമിനിച്ചി ഫാത്തിമ തെരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ പെട്രോസ് PRI സംവിധാനം ചെയ്ത മലു ആണ് സുവർണ ചകോരം നേടിയിട്ടുള്ളത്. ഒപ്പം ഇന്ദു ലക്ഷ്മിയുടെ അപ്പുറത്തിൽ അഭിനയിച്ച അനഘ രവി, റിതം ഓഫ് ദ മാമിൽ അഭിനയിച്ച ചിന്മയ സിദ്ധി ഇവരാണ് അഭിനയത്തിൽ ജൂറി പരാമർശം നേടിയിട്ടുള്ളത്. മലയാള സിനിമയിലെ പുതുമുഖ സംവിധായകയ്ക്കുള്ള ഫിപ്രസി പുരസ്കാരം വിക്ടോറിയ സംവിധാനം ചെയ്ത ശിവരഞ്ജനിയാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. മികച്ച ഏഷ്യൻ സിനിമയ്ക്കുള്ള നെറ്റ് പാക്ക് അവാർഡ് മീ മറിയം, ദ ചിൽഡ്രൻ ആൻഡ് 16 അതേഴ്സ്. സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്.